ഒരു ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ഞാൻ സിനമണും ആൽമണ്ടും ഒക്കെ ചേർത്തിട്ടുള്ള ബ്രെഡ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ ഒരു കഷ്ടി 1/2 കിലോ, അതായത് ഇതിന് 240 ഇതാ ഇത് 1/4 കിലോഗ്രാം. ആ 240 ഗ്രാം വെച്ചിട്ട് 2 പ്രാവശ്യം. അപ്പോൾ കഷ്ടി 1/2 കിലോ ആയില്ലേ, 500 ഗ്രാം കഷ്ടി 500 ഗ്രാം, അങ്ങനെ 450 ഗ്രാം കറക്റ്റ് പറയുക വെച്ചാൽ. അതുകൊണ്ട് അതിൽ കുറച്ച് സിനമൺ പൗഡറും കൂടി ആഡ് ചെയ്യണം. സിനമണും കൂടി ആഡ് ചെയ്തിട്ട് ലേശം ഒരു 1/2 ടീസ്പൂൺ സിനമൺ, നല്ലൊരു ഫ്ലേവറിന്. പിന്നെ കുറച്ച് ബദാം ഫ്ലേക്സ്, അതിന് ബദാം കുതിർത്തിട്ടിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഞാനിത് സോക്ക് ചെയ്ത് വെച്ചതാ, 1 ടീസ്പൂൺ ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ ഷുഗറും 3 ടേബിൾ സ്പൂൺ പാലും കൂടി കുതിർത്താൻ വെച്ചതാ. ഇതൊന്നും കൂടി ഫെർമെൻറ്റൈസ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് കുഴയ്ക്കാം. ഇനി ഇതിൽ ഞാൻ ഒരു 1/2 ടീസ്പൂൺ സിനമൺ പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, ഞാൻ കാണിക്കാം. ശരിക്ക് റോ സിനമൺ മേടിച്ചിട്ട് അത് ഞാൻ തന്നെ പൊടിച്ചതാ കല്ലിൽ കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഈ ചെല്ലയുടെ കൂടെ അരിച്ചിട്ടിടാം. കാരണം ഇതിൽ കുറച്ചിങ്ങനെ മുഴുവനായിട്ട് നല്ല ഫൈൻ ഡസ്റ്റായിട്ട് പൊടിഞ്ഞതല്ലല്ലോ, അപ്പോൾ അത് കൂടെ അരിച്ചിട്ടിടാം. 1/2 ടീസ്പൂൺ നല്ലൊരു ഫ്ലേവറിന്. പിന്നെ ഇത് കുഴച്ചൊക്കെ വെച്ച് കഴിഞ്ഞ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കുതിർത്തിയ ബദാം ഫ്ലേക്സ്, അങ്ങനെ ബദാമിനെ മുറിച്ച് നമുക്കിതിൽ കുറച്ച് മാവ് ഒഴിച്ച് അതിൻ്റെ മീതിയിട്ട്, പിന്നെ കുറച്ച് മാവ് ഒഴിച്ച് അതിൻ്റെ മീതിയിട്ട്, അങ്ങനെ ഒരു ടോപ്പിംഗ് ആയിട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കാം. അതാണ് പരിപാടി. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് അരിച്ചിട്ടു ഇതിലേക്ക്. ഞാനത് അരിച്ചിട്ടു, 1/2 ടീസ്പൂൺ, അത്രയേ ഉള്ളൂ, 1/2 ടീസ്പൂൺ. ഇനി ഇത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആ പാലിൽ ചേർത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇതിൽ ചേർക്കാം. പിന്നെ ഈ സിനമണിന് ലൈറ്റ് സ്വീറ്റ്നെസ് ഉണ്ട്, പിന്നെ നല്ല ഫ്ലേവറും ഉണ്ട്. അപ്പോൾ ഈ ബ്രെഡ് ഒരു അട്രാക്ഷനാണ് കഴിക്കാൻ. നല്ല ഫ്ലേവറും ഒരു ലൈറ്റ് സ്വീറ്റും ഒക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെറുതെയും തിന്നാലോ, അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. പിന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് ബദാം ഫ്ലേക്സും ചേർക്കുമ്പോൾ നല്ല ഒരു ക്രിസ്പായിട്ട് കടിക്കാൻ ഇടയിൽ ഒരു ഇതുണ്ടാവും. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കാണിക്കാം. ഇനി ഞാൻ കുഴച്ചിട്ട് കാണിക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കും കേട്ടോ. ഞാൻ ഇതിൻ്റെ മുമ്പ് ബ്രെഡിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ വേറൊരു ഇന്നോവേറ്റീവായിട്ട് വേറൊരു തരം ചെയ്യണോണ്ടാണ് ഇപ്പോൾ ഇതിടുന്നത്. അതിൽ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഒഴിക്കും. ദെൻ ആ ഈസ്റ്റ് ഇട്ടിട്ടുള്ള ആ മിക്സും കൂട്ടിയിട്ട്, അതിപ്പോൾ ഒരു 10 മിനിറ്റായി, അതും കൂട്ടിയിട്ട് നന്നായി കുഴച്ച് മീതെ ഒരു ലേശം സൺഫ്ലവർ കൊണ്ട് തന്നെ എണ്ണയാക്കിയിട്ട് അടച്ചവിടെ വയ്ക്കും. പിന്നെ ഒരു ആഫ്റ്റർ 3 hours കഴിഞ്ഞിട്ടാണ് നമ്മളിത് പൊങ്ങിയിട്ടുണ്ടാവും. പിന്നെ പാത്രത്തിലേക്ക് അപ്പോഴേ നമ്മൾ ബദാം ഫ്ലേക്സ് ഒക്കെ ഇടുന്നത്. കാണിക്കാം. അത് കുഴച്ചു, അതെല്ലാം ചേർത്തു. ഒരു കഷ്ടി 1 ഗ്ലാസ് ലൂക്വാമിലുള്ള പാല്, മിൽക്ക് ബ്രെഡാണ്, സ്വീറ്റ് ആൻഡ് മിൽക്ക് ബ്രെഡ്. അതങ്ങനെ നന്നായി കുഴഞ്ഞു. ഇനി ഇതിനെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ടുണ്ട്, ലേശം കൂടി എണ്ണ ചേർത്ത് നമുക്കിതിനെ ഒന്ന് ഉരുട്ടി, ഇതങ്ങനെ എടുത്താൽ ഉരുട്ടിയിട്ട് ഇതിൽ പൊങ്ങാനായിട്ട് വെക്കണം. കണ്ടോ? അപ്പോൾ കയ്യിലൊന്നും അങ്ങനെ ഇനി ഇത് ഒട്ടിപ്പിടിക്കലും കൂടി മാറാൻ 1 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി എടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്നും കൂടി കുഴച്ച് ഇതിലാക്കി വയ്ക്കാം. കുഴയ്ക്കുമ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, അതാണ് ഞാൻ അതൊക്കെ ഒഴിക്കണ തിരക്കിലായിരുന്നു. അതായത് ഇങ്ങനെയാണ്. ഇനി ഇതിൽ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് മീതൊക്കെ ഒന്ന് തടവി എന്നിട്ട് അടച്ചവിടെ വയ്ക്കും. പിന്നെ 3 മണിക്കൂറിന് ശേഷം കാണിക്കാം. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി കൂട്ടി, കണ്ടോ, കയ്യിലത്തൊക്കെ പോയി. ഇനി ഇതിനെ നമുക്ക് ഒരു 3 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അപ്പോഴേക്കിത് നന്നായിട്ട് ഫെർമെൻറ്റൈസ് ചെയ്ത് പൊങ്ങി വരും. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടി നീഡ് ചെയ്ത്, അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കുന്ന പാത്രത്തിൽ, അപ്പം നമുക്ക് ഇവിടെ തന്നെ ചെയ്യണം, ഓവനിലൊന്നുമല്ല. അപ്പോൾ നമുക്ക് ബദാം ഫ്ലേക്സൊക്കെ കൂട്ടാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആ സിനമണ്ടിയും ഈസ്റ്റും മിൽക്കും ഷുഗറും ഒക്കെ ചേർന്ന് നല്ലൊരു ഫ്ലേവർ. ഗോതമ്പ് മാവാണ് കേട്ടോ അത്, ഹെൽത്തിയാണ്. നമുക്ക്
ഞാൻ മൈദ അൺഹെൽത്തി ആണെന്നല്ല പറയണത്, ഗോതമ്പ് മാവ് കൊണ്ട് ചെയ്യാൻ പറ്റിയോണ്ട് അത് കുറച്ചുകൂടി ഇത് തോന്നിയോണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. മൈദ കൊണ്ടും ചെയ്യാം, പക്ഷെ എനിക്ക് വൈറ്റ് ബ്രെഡിനേക്കാൾ വീറ്റ് ബ്രെഡാണ് ഇഷ്ടം. കുട്ടികൾക്കും അതെ, ഇത് നല്ല ഇഷ്ടമാണ്. അപ്പം ഇന്നിപ്പോൾ ഞാൻ അതിൽ ഒരു സിനമൺ പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ബദാം ഫ്ലേക്സ് ഇടുന്നുണ്ട്. കാണിക്കാം. അപ്പം അതാ ആ മാവ് പൊങ്ങിയിട്ട് ഞാൻ കുക്കറിൽ അത് വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കി, കുക്കറിൽ കൊള്ളണ പാത്രത്തിലേക്ക്. അപ്പം അതാണത്, അതിലേക്ക് ഞാൻ ഇതാക്കി. ഇനി അപ്പം ഞാൻ എന്താ ഈ ബദാം ഫ്ലേക്സൊക്കെ ഇങ്ങനെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്, എന്നാൽ അത് ഉള്ളിലേക്ക് ആയിക്കോളും. ഇനി ഇതിൻ്റെ മീതിയും കുറച്ചെണ്ണം ഉള്ളിൽ ആ ബ്രെഡിൻ്റെ ഉള്ളിൽ ഈ ബദാം ഫ്ലേക്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത്. ഇനി ഇതിനെ ഇങ്ങനെ കവർ ചെയ്യണ പോലെ വെച്ചാൽ ഇനി ഒരു അരമണിക്കൂർ ഇതിലും കൂടി ഇരിക്കണം. ഇങ്ങനെ സെറ്റാക്കി വയ്ക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് കുക്കറിൽ വയ്ക്കാം. അതങ്ങനെ ഈ ഫ്ലേക്സ് ഇങ്ങനെ അമർത്തി കൊടുക്കുക. ബദാം ഞാൻ കുതിർത്തിട്ടിരുന്നു. ആ കുതിർത്തിട്ടിരുന്ന ബദാം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചതാണ്. കാണാൻ ഒരു ഭംഗിയാണ്. ആ തോലടക്കനെ തന്നെയാണ് മുറിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു അരമണിക്കൂറും കൂടി ഇതിനെ നമ്മുടെ കുക്കറൊന്ന് നന്നായി ചൂടാവണ വരെയും കൂടി ഇതിനെ അടച്ചു വയ്ക്കാം. ഇനി ഞാനത് വയ്ക്കുമ്പോൾ കാണിക്കാം. ഇതപ്പോൾ നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ഞാൻ ആ കുക്കറിലേക്ക് വയ്ക്കാൻ പോവാം. കുക്കറിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. കുക്കർ തന്നെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ട്. ഇനി ഇതിലേക്ക് വയ്ക്കാൻ പോവാം. അപ്പോൾ വീറ്റ് ബ്രെഡ് റെഡി. ഇനി നമുക്ക് ഞാൻ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്നെടുത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാറാൻ വയ്ക്കാം. കണ്ടോ, അതിങ്ങനെ ആ സൈഡൊക്കെ ഇങ്ങനെ വിട്ടു പോരുന്ന പോലെ ഇവിടെ കുറച്ച് വിള്ളൽ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം. ഇനി അത് നിർത്തി വയ്ക്കാം. ഒരു 10 മിനിറ്റ് തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിൽക്കാം. നമ്മുടെ ബ്രെഡ് റെഡി. നല്ല ഫ്ലഫി ആയിട്ട് ബദാം ഫ്ലേക്സും ദെൻ സിനമണും ഒക്കെ ചേർത്ത് നല്ല സ്മെല്ലുമാണ്, നല്ലൊരു ഫ്ലേവർ. ദെൻ അങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഇതിൻ്റെ മുമ്പ് ചെയ്തതിലൊന്നും ഇങ്ങനെ ബദാം ഫ്ലേക്സും സിനമണും ഒന്നും ഇട്ടിരുന്നില്ല. സിനമണൊക്കെ ഇട്ടുകൊണ്ട് നല്ലൊരു കളറ്. പിന്നെ ബദാം ഉള്ളിലും ഇട്ടിട്ടുണ്ട്. ബദാം ഉള്ളിലിട്ടിട്ട് ഇതിൻ്റെ ബ്രെഡിൻ്റെ ഉള്ളിലും ബദാമിൻ്റെ മീതെ ഇങ്ങനെ. ഇനി അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ കാണിക്കാം. ഞാൻ ബ്രെഡിന് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അതിനൊന്ന് മുറിക്കുക. ഞാൻ മിൽക്ക് ബ്രെഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ സിനമണും പിന്നെ ബദാമും ഒക്കെ ഇട്ടതുകൊണ്ടേ നമുക്ക് ശരിക്ക് ഒന്ന് തണുത്തതിന് ശേഷം നമ്മളിങ്ങനെ
മുറിച്ചെടുക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല ബ്രെഡ്. ഇതിൽ ഉള്ളിലും അതെ നമുക്കൊരു ക്രിസ്പിനെസ്സിന് ബദാമുണ്ട്, പിന്നെ നല്ല ഫ്ലേവറുമാണ്. ഈ സിനമൺ ഇട്ടതുകൊണ്ട്, സിനമൺ പൊടി കൂട്ടിയോണ്ട് നല്ല ഫ്ലേവറാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ അളവ് വളരെ കൃത്യമായ നല്ല, നമുക്ക് വെറുതെ എങ്ങനെയും കഴിക്കാം, കറികൾ കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ പാലും പഞ്ചസാരയും കൂട്ടി കഴിക്കാം. ഇത് പക്ഷേ സ്വീറ്റുമാണ്. ഞാൻ സ്വീറ്റ് കുറച്ച് ലൈറ്റ് സ്വീറ്റ്നെസ് വേണമെന്ന് വിചാരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് 4 ടേബിൾ സ്പൂണാക്കി. ദെൻ സിനമൺ പൗഡർ, സിനമൺ ഒരു ലൈറ്റ് സ്വീറ്റാണ്, അപ്പോൾ അതൊക്കെ ചേർത്ത് ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് വീട്ടിൽ തന്നെ അങ്ങനെ നല്ല ഫ്ലേവറുള്ള നല്ല രുചിയുള്ള ബ്രെഡ് ഇങ്ങനെ ഉണ്ടാക്കാമല്ലോ.